ബാക്കി തന്നെയാണ് വരുന്നത്. സബ്ട്രാക്ഷൻ ചെയ്യാൻ വന്നേക്കണേ അല്ലേ? കുറയ്ക്കാനാണ് നമുക്ക് വന്നിട്ടുള്ളത്. എങ്ങനെ കുറയ്ക്ക? എന്താ ഇതിന്റെ പ്രത്യേകത? മൂന്നെണ്ണത്തിന് ഡിഫറെന്റ് ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്ത് ചെയ്യണ്ടേ? രണ്ടെണ്ണായിട്ട് എടുത്ത് ഒരാള് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എങ്ങനെ ചെയ്യും? ആദ്യം ഫസ്റ്റ് രണ്ട് ഫ്രാക്ഷൻസ് എടുക്കാം. 4/7 3/8 4/7 മൈനസ് 3/8 3/8. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ? 4 × 8 വരും. മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം. പിന്നെ 7 × 3 divided by 7 × 8. 4 × 8. എന്ത് വരും? 4 × 8 7 × 3 7 × 32 7 × 3 21 divided by 7 × 8 56 3. എന്ത് വരും? 32 മൈനസ് 21. 32 21 മൈനസ് ചെയ്യുമ്പോ 9/56. 11 ആണല്ലേ? 11 അല്ലേ വരിക? ഓക്കെ 11/6. നമ്മളിതൊരു വട്ടം ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. തെറ്റിക്കരുത് കേട്ടോ. നോട്ട് ചെയ്യാ. അടുത്ത പ്രോബ്ലത്തിൽ നോക്കിയാലോ. 32 ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഈ പ്രോബ്ലത്തിന്റെ ബാക്കി ചെയ്യണ്ടേ? 11/56 നമുക്ക് വന്ന ആദ്യത്തെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് 4/9 ചെയ്യണ്ടേ? വേണ്ടേ? വേണം. ഇത് മാത്രല്ലേ നമ്മൾ ചെയ്തുള്ളൂ, മറ്റേതും കൂടി ചെയ്യണ്ടേ? എന്ത് വരും? കിട്ടിയ ആൻസർ കൊണ്ട് മൂന്നാമത്തെ ഫ്രാക്ഷനും കൂടിയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ത് വരും പറഞ്ഞേ? 11 × മൈനസ് 11 × 9 4 × 56 divided by 56 × 9. എത്ര വരും പറഞ്ഞേ? 99 മൈനസ് 224. 224 divided by 56 × 9. 504. എന്ത് വരും? മൈനസ് വാല്യൂ വരും അല്ലേ? 99 നിന്ന് 224 കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ മൈനസ് വരൂലേ? -125/504. -125/504. ഇത് കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും മൾട്ടിപ്പിൾ ഉണ്ടോ? ഇല്ല. നോക്കിയായിരുന്നോ? ഏതായിരുന്നു? ആരെങ്കിലും നോക്കിയായിരുന്നു? ഒരെണ്ണം 4 ഒരെണ്ണം 5 വരുന്ന ലാസ്റ്റ്. അപ്പൊ എന്തായാലും വെട്ടിപ്പോവില്ല. ഇതാണ് ആൻസർ വരിക. നിങ്ങൾ ആദ്യത്തെ 2 ഫ്രാക്ഷൻ ചെയ്ത് നിർത്തരുത്, അടുത്ത ഫ്രാക്ഷൻ കൂടി ചെയ്യണം. മനസ്സിലായോ? ആദ്യത്തെ 2
ഫ്രാക്ഷൻ ആദ്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂ നമുക്കിപ്പോ കിട്ടിയത് ആദ്യത്തെ ചെയ്തപ്പോ 11 ഡിവൈഡഡ് ബൈ 56 ആ കിട്ടിയത്. അതിന് എന്ത് ചെയ്യണം? മൂന്നാമത്തെ -11 ആകത്തില്ലേ? -11ഓ? -11 ആണോ വന്നത്? -11 ആണോ ആദ്യം വന്നത്? അല്ല 11 തന്നെയല്ലേ വന്നത്? നമുക്ക് -11 ഇന്നലെ വേറൊരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ? അല്ലല്ല, ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കിയാലോ? സെക്കൻഡ് പ്രോബ്ലം. താര ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന എത്രയാ അടുത്ത ക്വസ്റ്റ്യൻ? 2/3 minus 5/6 minus 7/9. 2/3 minus 5/6 ആദ്യം ചെയ്യാം. നമുക്ക് ആദ്യത്തെ രണ്ട് ഫ്രാക്ഷൻസ് ആദ്യം ചെയ്യാം. ഓക്കെ, എന്ത് വരും? 2 into 6 minus 5 into 3 divided by 3 into 6 അല്ലേ? ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഈ കാര്യത്തില്? ഇല്ല. നമ്മൾ അഡീഷനിൽ എന്താണോ ചെയ്തേ അതേപോലെ തന്നെ. അപ്പൊ എന്ത് വരും ഇനി ബാക്കി? 12 minus 15 divided by 18. ഇവിടെ മൈനസ് വരും അല്ലേ? 12 minus 15 വന്നേക്കണേ. 12 minus 15 അല്ലേ? ചെറുതിൽ നിന്ന് വലുതാ. -3/18. ഇത് വെട്ടിപ്പോവാം. വലുത് എന്താ? ഇത് വെട്ടിപ്പോവാൻ പറ്റുമോ? -3 ഡിവൈഡഡ് ബൈ പോസിറ്റീവ് 18 വെട്ടിപ്പോവാൻ പറ്റില്ല അല്ലേ? മൈനസ് ചെയ്യാം, അതിനുശേഷം വെട്ടിക്കളയാം. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾ വെട്ടിക്കളയരുത്. മനസ്സിലായോ? അപ്പൊ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനാണ് തന്നിട്ടുള്ളത് അല്ലേ? 12ൽ നിന്ന് 15 കുറയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോ എന്തായാലും മൈനസ് വരും അല്ലെ? ഇന്നലെ പറഞ്ഞതല്ലേ? ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 12ന് പ്ലസ് പോയിന്റ് ഉണ്ട്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഉപയോഗിക്കണം. വലുതിന്റെ ചിഹ്നം. 15ൽ നിന്ന് 12 കുറച്ച് 15ന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ എന്താ വരാന്ന് പറഞ്ഞേ? -3. 15ൽ നിന്ന് 12 കുറച്ചപ്പോ നമുക്ക് 3 കിട്ടി. ആ 3ന് എന്തിന്റെ ചിഹ്നം കൊടുക്കണം? വലുതിന്റെ ചിഹ്നമായിട്ടുള്ള മൈനസ് കൊടുക്കണം. അപ്പൊ -3 divided by 18 വരും. ഇനി പറഞ്ഞേ, ഇതിന് വെട്ടിക്കളയാൻ പറ്റും? ഇത് വെട്ടാൻ പറ്റുമോ ഞാൻ ചോദിച്ചത് മാഡം. -3 ഡിവൈഡഡ് ബൈ 18 വെട്ടാം. എങ്ങനെ വെട്ടാം? വെട്ടാൻ പറ്റുമോ? 1 അല്ലല്ലോ, -1 വരില്ലേ? -1/6. വരും -1/6. -1/6. എന്താ ആൻസർ വരിക? -1/6 അല്ലേ? മൈനസ് എഴുതാൻ മറക്കരുത് കേട്ടോ. 3ല് 3 ഒരു വട്ടം, 18ല് 6 പ്രാവശ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങള്. ഇപ്പൊ 18 പ്ലസ് പോയിന്റ് ഉള്ളത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങള് ഹരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് ചിഹ്നമായിരിക്കും വരിക അല്ലെ? ആൻസറിന് മൈനസ് ചിഹ്നമായിരിക്കും അല്ലേ? അതെ. പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കണോ?
അപ്പൊ -1/6 വന്നതിന് third ബാക്കി fraction. ചെയ്യണ്ടേ? തേർഡ് ചെയ്യണ്ടേ? ഫ്രാക്ഷൻ ചെയ്യണം. ആ അപ്പൊ എന്ത് വരും? -1/6 -1/6 -1/6 6 minus -1/6 -7/9. 7/9. അപ്പൊ ഇതിനെങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ? -1 into 9 -1 into 9 1 into minus 9 6 minus into 6 into 7. 7 into 6 -6 divided ഇല്ലാട്ടോ. by 6 into 6 into 7. -6 ഇല്ല. 6ന്റെ ഫ്രണ്ടില് വെറും 6 ആണ്. മൈനസ് നമ്മൾ ഇട്ടുള്ളത് ഈ സെന്ററിലുള്ള മൈനസ് ആണ് കേട്ടോ. ഡിവൈഡഡ് 6 ബൈ into 7. 6 into 9. 9. ഓക്കെ അല്ലേ? -1 into 9 എന്ത് വരും ഇനി? -9. -9. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങള് മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ മൈനസ് ചിഹ്നം ആയിരിക്കും വരിക അല്ലേ? അപ്പൊ -9 മൈനസ് എന്ത് വരും? 7 into 6 42 divided by 42. 6 into 9 6 into 9 54 അല്ലെ? ഇനി എന്തായിരിക്കും ആൻസർ വരിക? -9 -42 വന്നിട്ടുള്ള. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടും ഒരേപോലത്തെ ചിഹ്നങ്ങളാ അല്ലേ? പ്ലസ് വരും. അപ്പൊ പ്ലസ് വരും. രണ്ടും ഒരേപോലത്തെ ചിഹ്നങ്ങളാ. ഇവിടെ ഞാൻ പറയാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ അല്ല വന്നിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലാണ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവാ. ഇവിടെ നമുക്ക് ജസ്റ്റ് അതിന്റെ ചിഹ്നങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? മൈനസ് തന്നെ വരും. ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. എന്താ? വലുതീന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ വരുമ്പോഴാണ് അല്ലേ? അതെ. സെയിം ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ എഴുതാം. കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ എഴുതാം. നമുക്കിപ്പോ ഒരെണ്ണം പ്ലസും ഇപ്പൊ +9ഉം -42 ആണ് വന്നതെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങളാ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അല്ലേ? ഇവിടെ നമുക്ക് എന്താ വന്നിട്ടുള്ളത്? രണ്ടും ഒരേപോലത്തെ ചിഹ്നങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യാപ്പോ? രണ്ടും കൂടി കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ എഴുതണം. മനസ്സിലായോ? ഇപ്പൊ ഇത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ മനസ്സിലാവും. അപ്പൊ എന്ത് വരും? 42 + 9 ചെയ്യുമ്പോ -51 divided by -51 divided by 54. ഓക്കെ. രണ്ടും തമ്മിൽ കൂട്ടി എന്നിട്ട് എന്ത് എഴുതി? ആ സെയിം ചിഹ്നം തന്നെ എഴുതി. സ്ക്രീൻ കാണുന്നുണ്ടോ എഴുതിയത്? ലാസ്റ്റ് എഴുതിയ ആൻസർ -51 divided by 54. സ്ക്രീൻ പോയി. കാണുന്നില്ല. സ്ക്രീൻ മൊത്തത്തിൽ കാണാണ്ടാണോ അതോ എഴുതിയ ആൻസർ മാത്രമാണോ കാണാത്തത്? ഫുള്ളായിട്ട് കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ -51 divided by 54 വന്നു. 54. വേറൊരു കാര്യം പറയാനുള്ളത് ഈ മൈനസിന്റെ പ്രശ്നം വന്നപ്പോഴാണ്. ഇപ്പൊ നമ്മള് -9 മൈനസ് എത്ര വന്നേ? 42 വന്നു ഡിവൈഡഡ് ബൈ 54 അല്ലേ? ഇപ്പൊ നമ്മള് രണ്ടും ഒരേപോലത്തെ ചിഹ്നങ്ങളാ വന്നേ. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്തു? കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുത്തു. അതായത് 51 divided by 54 എഴുതി.
ഇപ്പൊ ഇതിന് പകരം +9 +32 ആണ് വന്നതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാ? +9 +32 വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാൻ നിൽക്കുവോ? ഇല്ലില്ല, 41 ആവും. അപ്പൊ എന്ത് ചെയ്യാ നിങ്ങള്? രണ്ട് തമ്മിൽ കൂട്ടിരും അല്ലേ? കൂട്ടിയിട്ട് വരുമ്പോ എത്ര വരും? 41 വരും അല്ലേ? അതേ സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറയ്ക്കാൻ നിക്കില്ല. രണ്ടും ഒരേ ചിഹ്നങ്ങളാവുമ്പോ കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ കൊടുക്ക. മനസ്സിലായി? ഇവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ സെയിം തന്നെയാണ് നമ്മൾ മൈനസിലും ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ അത് ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററിലെ ഇത് പ്ലസ് ഇടേണ്ട നമ്മള് കാര്യമില്ല. ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. -10 -42 നിങ്ങൾ അടിച്ചു കൊടുത്ത് നോക്ക്. ജസ്റ്റ് ഒന്ന് ഫോണിലായാലും അടിച്ചു കൊടുത്താൽ മതി. നോക്കി നോക്ക് ഫോണില് കറക്റ്റ് ആയി വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് വരും. കാൽക്കുലേറ്ററിൽ കിട്ടും. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാൽക്കുലേറ്ററിൽ ഈ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? കാൽക്കുലേറ്ററിൽ കറക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോ ഇത്രയും പ്രശ്നം കാൽക്കുലേറ്റർ കറക്റ്റ് ഉണ്ടാവില്ല. വരും. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യുന്നോണ്ടാ. ആരെങ്കിലും കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കിയാലും മതി. ഉണ്ട് കറക്റ്റ്. ഫോണില് കറക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ വരുന്നേ? അപ്പൊ നിങ്ങൾ ടെൻഷൻ ഇല്ലല്ലോ. എന്തേലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കാം. കാൽക്കുലേറ്ററിൽ വരുന്നുണ്ട് ടെൻഷൻ അല്ല. ടെൻഷൻ ഇല്ല. ടെൻഷന്റെ ആവശ്യമില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? മാക്സിമം എല്ലാവരും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ല. പെട്ടെന്ന് പ്രോബ്ലം ചെയ്ത് തീരും. കാൽക്കുലേറ്റർ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരും. നമ്മള് ആദ്യം കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ചെയ്ത് ചിലപ്പോൾ എക്സാം ഹോളിൽ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യണ സമയത്ത് ഒരു ടെൻഷൻ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാ ആദ്യമേ കാൽക്കുലേറ്റർ ആയിട്ട് ഒരു ടേംസിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിരിക്കില്ല. മനസ്സിലായോ? ആ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരാനായിട്ട് ചിലപ്പോൾ സമയം എടുക്കും. ഓക്കെ അല്ലേ? ഇതിപ്പോ ക്ലിയർ ആയില്ലേ? രണ്ടും ഒരേപോലത്തെ ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും അല്ല നമുക്ക് വന്നേക്കണേ, അതുപോലെ ഡിവിഷനും അല്ല വന്നേക്കണേ, ഗുണിക്കാനും അല്ല ഹരിക്കാനും അല്ല വന്നേക്കണേ അല്ലേ? അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ കൊടുക്കുക. സെയിം ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ കൊടുക്കുക. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് വന്നേ നോക്ക്. +9 -32 വന്നെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം അല്ലേ? എത്ര വരും? അല്ലേ? -23 മൈനസ് ഇടണം. -23 വരും. ഓക്കെ. ഈ പ്രോബ്ലം ഓക്കെ ഇല്ലേ? സെക്കൻഡ് പ്രോബ്ലം കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ഡിവിഷൻ ചെയ്തപ്പോ ആദ്യത്തെ കുറയ്ക്കല് കുറച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി? -1/6 കിട്ടിയത്. അതിനെ നമ്മൾ വീണ്ടും 7/9 കൊണ്ട് കുറച്ചു. ഓക്കെ. ഈ 51/54 -17/18 ആവോ? എന്താ? ഗൂഗിളിൽ ആൻസർ മാറി കാണുന്നുണ്ടല്ലോ. -17/18 17/18 -17/18 നോയ്സ് ഉണ്ട്. വെട്ടിപ്പോവാ നോക്ക്. 17 × 3 എന്താ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കോമൺ ആയിട്ട്.
ആ 3 കൊണ്ട് ഡിവൈഡഡ് ബൈ പോവും അല്ലേ? ഒരു വോയിസ് വരുന്നുണ്ടല്ലോ മാം. എന്താ 3 കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് പോവും. 51 അതെ അതെ അതെ. എത്ര പ്രാവശ്യം പോവും? 17 17 പ്രാവശ്യം. 17 പക്ഷെ മൈനസ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതെ 54 18 പ്രാവശ്യം. 18 പ്രാവശ്യം. വെട്ടിപ്പോണ്ടോന്ന് പ്രത്യേകം നോക്കണം. എന്താണ് ഇനിയിപ്പോ വെട്ടിപ്പോയിട്ടില്ലെങ്കിലും ഫുൾ മാർക്ക് കിട്ടൂല്ലേ മാം? ക്ലിയർ ആയോ? അതെ. ക്ലിയർ ആയോ? ഞാൻ അതാണ് പറഞ്ഞത്, വെട്ടിപ്പോണ്ടോന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 51 54 3 വെട്ടിപ്പോകുന്നതാണ്. റിയാസിൽ ഡൗട്ട് ചോദിച്ചിരുന്നു മാഡം, ആൻസർ പറഞ്ഞില്ല. അല്ല, ഇൻ കേസ് ഇനിയിപ്പോ റിയാസിൽ ഡൗട്ട് വെട്ടിപ്പോവാൻ ചോദിച്ചിരുന്നു. മറന്നുപോയി, ഇൻ കേസ് ഇനിയിപ്പോ വെട്ടിപ്പോവാൻ മറന്നുപോയാലും അത് ഫുൾ മാർക്ക് കിട്ടൂലേ? ആ കിട്ടും. അല്ലെങ്കിൽ നിങ്ങള് ഓക്കെ ഓക്കെ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാലും മതി. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ 1 2 ഒക്കെ ചെയ്ത് നോക്കാം, 3 7 അങ്ങനെ പോകുന്നുണ്ടോന്ന് ഇപ്പൊ 51 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 17 കിട്ടും. അതുപോലെ 54 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. രണ്ടിലും ഒരേപോലെ പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കളയാം. കാൽക്കുലേറ്റർ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്കൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോ നമുക്ക് കാഴ്ചയിൽ ചിലപ്പോ അങ്ങനെ തോന്നില്ല വെട്ടിപ്പോന്ന്. അപ്പൊ കാൽക്കുലേറ്റർ ഉള്ള കാരണം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതും ആൻസർ കറക്റ്റ് തന്നെയാണ് വരിക. ഓക്കെ, ചിലപ്പോ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിരിക്കും തരിക. അതിൽ ചിലപ്പോ -17/18 ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോയെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ -51/54 ആയിരിക്കും. ഓപ്ഷനിലുള്ള ആൻസർ എന്താ? -17/18 ആയിരിക്കും. ഓപ്ഷനിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്ക. മനസ്സിലായോ? ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? വെട്ടിപ്പോന്ന് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. അപ്പൊ കാൽക്കുലേറ്റർ ഉള്ള കാരണം നിങ്ങൾക്ക് സുഖം. എങ്ങനെ ചെയ്യാം? 51നെ ഒന്ന് ഹരിച്ചു നോക്കാം. 2 കൊണ്ട് പോവില്ലെന്ന് എന്തായാലും നമുക്കറിയാം അല്ലേ? അപ്പൊ ജസ്റ്റ് 3 കൊണ്ട് ഹരിച്ചു നോക്കുക. 5 കൊണ്ട് പോവില്ലെന്ന് നമുക്കറിയാം. 54ലും പോവില്ല, 51ലും പോവില്ല. 5 2 പോവില്ല, 5 പോവില്ല എന്നറിയാം. 6ഉം പോവില്ല. പിന്നെ നമുക്ക് 7 പോവെന്ന് നോക്കാനുള്ളത്. 7 പോവോ? 2ഉം 7ന്റെ ടേബിളിൽ ഇല്ലാത്തതാണ് അല്ലേ? 4 വരുന്നുണ്ട്. 54 വരുന്നുണ്ടോ? 4ല് വെട്ടി കളയാൻ പറ്റുമോ? 4ല് കളയാൻ പറ്റുമോ? 4 ഇല്ല. 51 പോവില്ല. ഇല്ല. 51 ഡിവൈഡഡ് ബൈ 4 ഇല്ല, പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പൊ നോക്കാം. നമുക്കിപ്പോ 2 പോവില്ലെന്ന് എന്തായാലും ഉറപ്പാ, 4 പോവില്ലെന്ന് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ലേ? അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഹരിച്ചു നോക്കുക കാൽക്കുലേറ്ററിൽ. ഓക്കെ, ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എക്സാം ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ -15/54 എഴുതിയ കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോ തന്നിട്ടുണ്ടായിരിക്കുക. ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം വരുള്ളൂ. മനസ്സിലായോ? അടുത്ത പ്രോബ്ലം നോക്കിയാലോ? അടുത്ത പ്രോബ്ലം നോക്കാം. എന്താ അടുത്ത പ്രോബ്ലം? 1/4
1/4 മൈനസ് 3/7 3/7 മൈനസ് 7. 2/5 കൂടി വരുന്നുണ്ട്. അപ്പൊ ആദ്യം 2/5 നമുക്ക് രണ്ടെണ്ണം എടുക്കാം. 2 ചെയ്യാം. എന്ത് വരും? 1 into 1 into 7 minus 1 7 4 minus into 4 3 into 3 divided by 4 into 4 7. into 7 എന്ത് വരും? 7 minus 7 12 12 divided 12 by 12 12 -5 28 28 എന്ത് വരും? ഇവിടെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങളാ വന്നേ. അപ്പൊ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? അല്ലേ? 7 പ്ലസും വലുതിനെ 12 ചെറുത് കുറച്ച് മൈനസും എന്ത് ചെയ്യണം? വലുതിന്റെ ചിഹ്നം ഇടാം. വലുതിന് ചെറുതിനെ കുറയ്ക്കണം. വലുതിൽ നിന്ന് ചെറുതിനെ കുറച്ച് വലുതിന്റെ ചിഹ്നം -5 എന്ത് വരും? -5 മൈനസ് -5 -5 28 ആരെ പ്ലസ് എന്ന് പറഞ്ഞേ? 28 പറഞ്ഞിട്ടില്ല. -5 -5 divided by 28 8 വെട്ടിപ്പോവോ അത്? ഇല്ല 3 ഇല്ല 4 2 ഇല്ല 5 പോവില്ല. ഇല്ല 2 5 പോവില്ലല്ലോ. ഇല്ല 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 3 പോവോ? 3 5 പോവില്ല. ഇല്ല 4 ഇല്ല പോവോ? 4 4 5 ഇല്ല പോവില്ല. 5 പോവോ? 28 പോവില്ല. 5.28 പോയില്ല. അതെ 6 പോവോ? 6 5 പോവില്ലല്ലോ. ഇല്ല ഇനി അങ്ങോട്ട് ഇല്ല, നമ്മൾ ഇല്ല. നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? 5-നേക്കാട്ട് വലിയ സംഖ്യകളാ ബാക്കിയുള്ളതൊക്കെ അല്ലേ? അതെ ഇപ്പൊ സ്മോളസ്റ്റ് ആയത്. പോവുണ്ടെങ്കിൽ 5-നേക്കാട്ടും താഴെയുള്ളതേ പോവുള്ളൂ. കാരണം 5 കിടക്കുന്ന കാരണം. ഓക്കെ ഓക്കെ. ഇത് തന്നെയാണ് ആൻസർ വരിക. നമുക്ക് ഇനി അടുത്ത ഫ്രാക്ഷൻ കൂടി ചെയ്യണം. അടുത്ത ഫ്രാക്ഷൻ എന്തിട്ടാ വരിക? -5 divided by 28 -5 divided by 28 2/5 -5 divided by 28 minus 2/5 അല്ലേ? എന്ത് വരും? -5 into 5 minus 2 into 28 divided by 28 into 5 5 എന്ത് വരും? 5 into 5 25 ആണെന്ന് അറിയാം. -25 വരും. കാരണം 25 -1 ഉണ്ട്. വന്നുണ്ട്. -28 into 2 വരുമ്പോ -56 6 minus 56 divided by divided 140 140 140 വരും. ഇതിലെന്ത് വരും? രണ്ടും ഒരേപോലത്തെ ചിഹ്നങ്ങളാ വന്നത് അല്ലേ? -25 -56 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ഇട്ട് വെക്കണം. മൈനസ് ചിഹ്നം ഏത് ചിഹ്നമാണ്? ഇപ്പൊ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് വെക്കുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് വെക്കുക അല്ലേ? ഇവിടെ മൈനസ് വന്നിട്ടുള്ള മൈനസ് തന്നെ വരും. -81 divided by 140 വെട്ടിപ്പോവോ? ഇല്ല. 3 പോവല്ലോ. 40 വരൂല 140 വരില്ല. 143 പോവോ? 89 വരത്തില്ല. 9 വരത്തില്ല. 9 വരത്തില്ല. 140 9 പോവോ? ഇല്ല. 40 divided by 9 ഇല്ല 9 പോവില്ല. ഇല്ല 15.15 വരും. 7 140 81 പോവും. 140 പോവും. പോവില്ലാന്ന് തോന്നുന്നു. ഇല്ല 7 പോവില്ല. ഇല്ല പോവില്ല. 81 140 പോയി 81 പോവില്ല. 81 പോവില്ല. ഓക്കെ അപ്പൊ സ്മോളസ്റ്റ്
ആൻസർ Minus എന്താ? 81. -81 divided by 140. 140. അടുത്ത പ്രോബ്ലം. അടുത്ത പ്രോബ്ലം പറയൂ. 1/3 minus 2/5 എന്ത് വരും? 1 into 5 minus 2 into 3 divided by 3 into 5. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. 1 into 5 5 minus 2 into 3 6 divided by 15 എന്ത് വരും? പറഞ്ഞേ. 5 minus 6 6 5 minus 6 എന്താ ആൻസർ വരിക? -1 minus 1 divided by 15 minus 1 divided by 15. മൂന്നാമത്തെ ചെയ്യാം. മൂന്നാമത്തെ ഫ്രാക്ഷൻ ആയിട്ട് കുറയ്ക്കാം. മൈനസ് 1/15 മൈനസ് 6/7 എന്ത് വരും? -1 into 7 minus 6 into 15 divided by 15 into 7 എന്ത് വരും? -7 വരും അല്ലേ? -7 minus 90 divided by 105 105 ഈക്വൽ ടു എന്ത് വരും? -7ഉം -90ഉം -97 divided by 105 105. ഇത് വെട്ടിപ്പോവോ? നോക്കി നോക്കൂ. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ. രണ്ടിൽ എന്തായാലും പോവില്ല. പോവില്ല. രണ്ട് സംഖ്യകൾ രണ്ടില് പോവില്ല. ഇല്ല. 7ഉം 5ഉം 3 പോവില്ലല്ലോ. ഇല്ല പോവില്ല. ഇല്ല. 4 പോവില്ല. 5 ഇല്ല 97 പോവില്ല. 6 ഇല്ല. സിക്സില് പോവില്ല. 7 ഇല്ല. ഇല്ല. 8 പോവില്ല. ഇല്ല. 9 പോവില്ല. 9 പോവില്ല. അപ്പൊ ഇല്ല. ഇതാണ് ആൻസർ വരിക. ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയാലും മതി. 2 പോവോ 3 പോവോ 4 പോവോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അങ്ങനെ പോവില്ല അത് തന്നെയാണ് ആൻസർ. ടീച്ചറെ പറഞ്ഞു. അവിടെ ഇൻവെർട്ടർ കോമ ഒഴിവാക്കി എന്താ 6/7 വരുമ്പോ 6/7 ചെയ്യുമ്പോ -1 divided by 15 ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയപ്പോ -1 into 7 ചെയ്തതോ? -1/15 -6/7 എഴുതില്ലേ? അപ്പൊ ഇൻവെർട്ടർ കോമ ഒഴിവാക്കിയതല്ലോ. ബ്രാക്കറ്റ് അങ്ങനെ ഒഴിവാക്കി വിടുന്നതല്ല. അത് ഞാനായിട്ട് എഴുതാത്തതാണ്. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇടാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
ഇൻറ്റും മൈനസും കൂടി വരുന്ന കാരണം ഓൾറെഡി ഇവിടെ മൈനസ് ഇൻറ്റു വരുന്നുണ്ട്, അത് കൂടാതെ അതിന്റെ ഇടയിൽ മൈനസും വരുന്നുണ്ട്. മനസ്സിലായോ? അല്ല ഇന്നലത്തെ ക്ലാസ്സിൽ അവിടെ മാഡം പറഞ്ഞു ബ്രാക്കറ്റ് ഇട്ടത് ഇൻവെർട്ടഡ് ഇൻവെർട്ടഡ് കോമ അല്ല, ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അതൊരു സ്റ്റെപ്പിൽ വല്ല വ്യത്യാസം വരുമോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. അതുപോലെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഇവിടെ തരാം, ക്ലാസ് കഴിയുമ്പോ ക്ലാസ്സിൽ ഇട്ട് തരാം. ചെയ്ത് നോക്കുവോ? ഞാൻ ഇവിടുന്ന് പറയും, നിങ്ങൾ ചെയ്ത് നോക്കുന്നില്ല. കുറച്ചു പേര്, ആകെ കുറച്ചു പേര് മാത്രമേ ചെയ്ത് നോക്കുന്നുള്ളൂ. മാഡം അതിലൊരു ബ്രാക്കറ്റ് അഡീഷണൽ കാണുന്നുണ്ടല്ലോ. എവിടെയാ? ആ, അത് ടൈപ്പ് ചെയ്ത് ഇതിലാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നാലാമത്തേല്. നാലാമത്തേലും നാലാമത്തേലും ഉണ്ട്. ആദ്യം രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യാണ് തന്നിട്ടുള്ളത് അല്ലേ? ആ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ഒരു ബ്രാക്കറ്റ് തന്നത്. ഇതില് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ആദ്യം ആഡ് ചെയ്ത് കഴിയണം, അതിനുശേഷം വേണം കുറയ്ക്കാൻ. മനസ്സിലായോ? അവിടെ ആ ബ്രാക്കറ്റ് ചെയ്യാം. ആ ബ്രാക്കറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടെണ്ണം ആദ്യം മൈനസ് ചെയ്യാം, അതിനുശേഷം വേണമെങ്കിൽ ഇതുമായിട്ട് 3/5 ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം. അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. ആദ്യം കൂട്ടിയിട്ട് വേണം പിന്നെ കുറയ്ക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ എക്സ്ട്രാ ബ്രാക്കറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ. അവിടെ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് 2/5 ആണല്ലോ. മൈനസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ എന്താ? ഇൻറ്റു ആണ് വരിക. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻറ്റു ആയിരിക്കും. ഇവിടെയും താഴെയുള്ള ക്വസ്റ്റ്യനിലും ഇൻറ്റു ആയിരിക്കും വരിക. ഒന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇൻറ്റു ആയിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ? ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ തന്നിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അത് രണ്ടും കൂടി കിട്ടുന്ന വാല്യൂനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മളെല്ലാം ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് തന്നെയാ. അത് ഒരുമിച്ച് വരുന്നു. ചിലപ്പോ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി വരുന്നു. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്കിത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ഡൗട്ടുകൾ അപ്പൊ ക്ലിയർ ആയി പോകും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ, പിന്നുള്ളതും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ, ഇത് രണ്ടും കൂടി കിട്ടുന്നതിന് ഡിവൈഡഡ് ബൈ ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ 5/6ഉം 6/7ഉം ചെയ്തിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടും പറഞ്ഞേ? രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങളാ അല്ലേ? ആദ്യം വരുന്നത് ഒന്ന് പറഞ്ഞു. 5/6 ഇൻറ്റു 6/7 ഡിഫറെന്റ് ആയിട്ടുള്ള 30/42 ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് വരും? 30/48 അല്ലേ? 42. ഇത് വെട്ടിപ്പോവില്ലേ? എത്രയാലും വെട്ടിപ്പോവും? 6×5 = 30. 5/7 ഇല്ല 7 5/7 അതാണ് ആൻസർ കിട്ടിയ. രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്താ? 2/7 × 4/9. ഇതിന്റെ ആൻസർ എന്ത് വരും?
8/63. വെട്ടിപ്പോവോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമുക്ക് രണ്ടിന്റെ ആൻസർ കിട്ടി. ഇനി ഇത് രണ്ടും തമ്മില് മൾട്ടിപ്ലിക്കേഷൻ അല്ല ഡിവിഷനെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? 60/8. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടില്ലേ? രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യും അല്ലേ? 5/7 ഹരിക്കണം എത്രയാ വന്നേ? 8/63. അപ്പൊ ഇതിൽ വരുമ്പോ എന്ത് വരും? 5/7 എഴുതി ഇൻറ്റു ചിഹ്നം ഇടണം. 63/8 ആയിട്ട് മാറും. 63 into 5. അല്ലേ? 315. ഓക്കെ. ഡിവൈഡഡ് ബൈ 56. ഇതിനെ വെട്ടിക്കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വെട്ടിക്കളയാ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ? വിചാരിച്ചല്ലോ. അങ്ങനെ കുറെ നമ്പറുകളും കുറെ ചിഹ്നങ്ങളും കുറെ ബ്രാക്കറ്റും കൂടി ഒക്കെ വന്നപ്പോ ഒരു ഡൗട്ട് വന്നതാ. അതെ.